അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പടച്ച തമ്പുരാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ മജ്‌ലിസിലെ വളരെയേറെ നമുക്ക് ഉപകാരപ്പെടുന്ന പുണ്യമാക്കപ്പെട്ട ഒരു 3 കാര്യമാണ് ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടും. പ്രയാസങ്ങൾ മാറും. ജീവിതത്തിൻ്റെ വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരും. അതിന് കാരണമാകുന്ന ഒരു 3 കാര്യമാണ്, വെറും ഒരു 3 കാര്യം. ഈ 3 കാര്യം നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ മജ്‌ലിസിൽ, പുണ്യമാക്കപ്പെട്ട ഈ മജ്‌ലിസിൽ കൂടെ ഒരുമിച്ച് ചൊല്ലാനുള്ള അവസരം കൂടി നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ് ചൊല്ലണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്ക് ആ ദിക്റുകളിലേക്ക് നമുക്ക് കടക്കാം. വളരെയേറെ പുണ്യമാക്കപ്പെട്ട ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ദിക്ർ കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു പ്രയാസവും മാറും. എത്ര വലിയ വിഷമമുണ്ടെങ്കിലും പടച്ച തമ്പുരാൻ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിത്തരും. ഏതാണ് പ്രിയപ്പെട്ടവരെ പുണ്യമാക്കപ്പെട്ട ദിക്ർ? പരിശുദ്ധമായ ഹൗക്കല ദിക്റാണ്. ലാ ഹൗല എന്ന് പറയുന്ന പുണ്യമാക്കപ്പെട്ട ദിക്ർ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് കുറച്ചെണ്ണം ചൊല്ലിയാലോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. لا حول ولا قوة إلا بالله العلي العظيم. 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 അല്ലാഹു പടച്ച തമ്പുരാൻ നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എല്ലാവിധ പ്രയാസങ്ങളും കടന്നു പോകാൻ, എല്ലാവിധ ഖൈറായ കാര്യങ്ങളും നമ്മിലേക്ക് കടന്നു വരാൻ, നമ്മുടെ എന്തു പ്രശ്നമുണ്ടെങ്കിലും ഈ പറയാൻ പോകുന്ന ദിക്ർ കൊണ്ട് നമുക്ക് ആ പ്രശ്നങ്ങൾ പരിപൂർണമായി മാറിക്കിട്ടും. മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്, ഏത് വലിയ പ്രശ്നത്തിനും ഈ പറയാൻ പോകുന്ന ദിക്ർ വലിയ കാവലാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ നമ്മിലേക്ക് കടന്നു വരും. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഉമ്മമാരെ, ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചൊല്ലിക്കോ. എന്ത് പ്രയാസവും ഇതിലൂടെ മാറിക്കിട്ടും. അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. ഏത് വലിയ വിഷമമുണ്ടെങ്കിലും പടച്ച തമ്പുരാൻ ഇന്നത്തെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അത് മാറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. 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 حسبنا الله ونعم الوكيل. نعم المولى ونعم النصير.
حسبنا الله ونعم الوكيل نعم المولى ونعم النصير 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 അള്ളാഹു പടച്ച തമ്പുരാൻ നമ്മയൊക്കെയും പരിപൂർണമായും അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും വന്നു ചേരാൻ, ജീവിതത്തിൽ എല്ലാവിധ ഹൈറായ കാര്യങ്ങളും വന്നു ചേരാൻ, ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇതൊന്ന് ചൊല്ലിയാൽ മതി, ആ പ്രതിസന്ധി അള്ളാഹു തആല മാറ്റിത്തരും. ഒരുപാട് ചരിത്രങ്ങൾ സാക്ഷിയുണ്ട്, ഒരുപാട് മഹാന്മാരുടെ രേഖകൾ സാക്ഷിയുണ്ട്. അള്ളാഹു തആല നമ്മുടെയൊക്കെയും പ്രയാസങ്ങൾ ഇത് കാരണമായിട്ട് പരിപൂർണമായി മാറ്റിത്തരട്ടെ. ഏതാണ് ആ ദിക്ർ എന്നറിയോ? പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റാണ്. 3 ദിക്റുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ ദിക്ർ ഹൗക്കല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന പുണ്യമാക്കപ്പെട്ടത്. രണ്ടാമത് നമ്മൾ ചൊല്ലിയത് ഹസ്ബുനല്ലാഹ് എന്ന അള്ളാഹുവിലേക്ക് അല്ല മതി എന്ന് അർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട ദിക്റാണ്. മൂന്നാമതായി നമ്മൾ ചൊല്ലാൻ വേണ്ടി പോകുന്നത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ. ഈ 3 ദിക്റും പ്രിയപ്പെട്ടവരെ വലിയ നേട്ടമാണ്. ജീവിതത്തിൽ പതിവാക്കുന്നവർക്ക് വലിയ സന്തോഷം വന്നു ചേരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ 3 ദിക്റും മുടങ്ങാതെ നമുക്ക് ചൊല്ലണം. എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഈ ദിക്റിന്റെ മജ്ലിസ് നമ്മുടെ ചാനലിൽ നമ്മൾ നടത്തും. എല്ലാവരും പങ്കെടുക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാ, ഈ പുണ്യമാക്കപ്പെട്ട 3 ദിക്റുകൾ വളരെയേറെ നേട്ടം ലഭിക്കുന്ന, ഇത് കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സകല പ്രയാസങ്ങളും ഇൻഷാ അല്ലാഹ് മാറ്റിത്തരും. അല്ലാഹു തആല എല്ലാവിധ ബുദ്ധിമുട്ടുകളും പടച്ചവരാൻ നീക്കി തരും, ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ കുറഞ്ഞ സമയമായതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ചൊല്ലുന്നത്. അപ്പോൾ ഇത് ചൊല്ലിത്തരുന്ന എന്തിനാ? എല്ലാ ദിവസവും നിങ്ങളത് മുടങ്ങാതെ ചൊല്ലണം പ്രിയപ്പെട്ടവർ. അതിനുവേണ്ടിയാണ് നമ്മൾ ചൊല്ലിത്തരുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഇതുപോലെയുള്ളൊരു ദിക്റിൻ്റെ മജ്ലിസ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഇടും. ദിക്റിൻ്റെ ഒരു ചെറിയ ദിക്ർ, ഒരു 15, 20, 25, 30 പ്രാവശ്യമൊക്കെ ആയിരിക്കും നമ്മൾ ചൊല്ലുന്നത്. അത് ചൊല്ലുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ദിവസവും ഒരു 100 പ്രാവശ്യമെങ്കിലും അങ്ങനെ ചൊല്ലാൻ കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൊല്ലുന്നത്. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു 12 മിനിറ്റിൻ്റെ അതിനുള്ളിൽ ഒതുങ്ങുന്ന തരത്തിലൊരു വീഡിയോ ആണ് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്ന. അല്ലാഹു നമ്മളെയൊക്കെയും പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കിടക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹമുറാഹിമായ തമ്പുരാനെ, രാജസയ്യിദായ കരുണക്കടലായ പടച്ചവനെ, ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. നിറകണ്ണുകളോടെ ഉസ്താദെ ദുആ ചെയ്യണേ എന്ന് പറയുന്ന കമന്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്ന ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ ഉണ്ട് അല്ലാഹ്.
അള്ളാഹുവേ അവരുടെ ഹലാലായ മുറാദുകളെല്ലാം നീ പരിപൂർണമായും ഹാസുലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതങ്ങളിൽ ഉടനീളം നീ സന്തോഷം നൽകണേ അല്ലാ. സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും റബ്ബേ അതൊക്കെയും ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊടുത്ത് സലാമത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. സമാധാനം വേണ്ടുവോളം നൽകണേ അല്ലാ. എല്ലാ കാര്യങ്ങളും നിന്നിലേക്ക് ഏൽപ്പിക്കുകയാ അല്ലാ. നീ റാഹത്തിലാക്കണേ അല്ലാ. ജീവിതത്തിൻ്റെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഉസ്താദന്മാരുണ്ട്, ഞങ്ങളുടെ ഇണകളുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്. അള്ളാഹുവെ ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, ഞങ്ങളുടെ ഇണകളുടെ കൂടപ്പിറപ്പുകൾ, ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാവർക്കും റബ്ബെ നീ ദുആ എത്തിക്കണേ അല്ലാ. എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ കാര്യങ്ങളും നിറാഹത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.